ഇറാൻ അടിക്കാൻ തീരുമാനിച്ചു. അടിക്കാൻ പോകുന്നത് അമേരിക്കയാണ്. ഇത് പറയുന്നത് ഇറാൻ്റെ നാവികസേനാ തലവനായ റിയർ അഡ്മിറൽ ഷെഹ്റാം ഇറാനി അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കുറേ USS എബ്രഹാം ലിങ്കൺ ട്രൂമാൻ അടക്കമുള്ള വിമാനവാഹിനി കപ്പലുകൾ, ഡിസ്ട്രോയറുകൾ, B-52 ബോംബറുകളെല്ലാം കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാൻ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഞങ്ങളുണ്ട്, തകർത്ത് കളയും, അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തകർക്കുമെന്ന് ഇറാൻ പറയുന്നു. ഇറാന് നല്ല വിമാനം പോലും ഇല്ല. അപ്പോൾ എന്താണ് ഇറാൻ എന്ത് ഭാവിച്ചാണിത്? പഴയ മിസൈലുകളിലൊക്കെ ഇസ്രായേൽ തകർത്തും കളഞ്ഞു. എന്നിട്ട് ഇങ്ങേരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഡേ ഓഫ് ദി ഫൈറ്റ് അഗൻസ്റ്റ് ഗ്ലോബൽ അരഗൻസ്, ആഗോള ധാർഷ്ട്യത്തിനെതിരായ പോരാട്ടം, ദേശീയ പോരാട്ടം. ആ ചടങ്ങിലാണ് ഇത് പറഞ്ഞത്. അങ്ങേര് പറഞ്ഞത് 16 യുദ്ധക്കപ്പലുകളുണ്ട് വിമാനവാഹിനിക്ക് പുറമെ. യുദ്ധക്കപ്പലുകൾ ഗൾഫ് ഓഫ് ഒമാനിലൊക്കെ കിടപ്പുണ്ട്. ഡിസ്ട്രോയേഴ്സ്, ഫ്രിഗേറ്റ്സ്, യുദ്ധക്കപ്പലുകൾ 16, 43,000 ഭടന്മാരും ഉണ്ട്. അതെ. ഇതിൻ്റെയൊക്കെ മുകളിൽ എപ്പോഴും ഇറാൻ്റെ ഡ്രോണുകൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിരീക്ഷിക്കാത്ത ഒരു സാധനം പോലും അമേരിക്കയുടേതായിട്ട് ഗൾഫിലില്ല. എല്ലാം ഞങ്ങളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അടിക്കും. നമ്മുടെ ഡ്രോണുകൾ അവർക്ക് ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം. അവർക്ക് വെറുതെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ഡ്രോണുകൾ കാണാം. അത് അവർക്കുള്ള, അമേരിക്കക്കാർക്കുള്ള സന്ദേശമാണ്, കൃത്യമായ സന്ദേശമാണ്. അവർക്ക് ഈ മേഖലയിൽ സ്ഥാനമില്ല. അതാണ് നമ്മളുടെ ഡ്രോണുകൾ മുകളിൽ പറക്കുന്നതിൻ്റെ അർത്ഥം. അവരുടെ എല്ലാ നീക്കങ്ങളും നാം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നീക്കങ്ങളും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കടലിൽ പോലും ശത്രുവിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. കടലിൽ കൂടെ മീനൊക്കെ പോകുന്നുണ്ടല്ലോ, അവർ കാണുന്നുണ്ട്. അത് അമേരിക്കക്കാർക്ക് ഇപ്പോൾ വലിയ ഉത്കണ്ഠയാണ്. ഇറാൻകാരോട് സംസാരിക്കുകയാണ്, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഭീകരതള്ളു. ഈ രാജ്യത്തിൻ്റെ കപ്പൽ ഗതാഗതം നമ്മൾ സംരക്ഷിക്കുന്നു. അതിന് പുറമെ നമ്മുടെ ഈ നേവി മറ്റ് രാജ്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ കപ്പലുകൾക്കും അകമ്പടി നമ്മൾ കൊടുക്കുന്നുണ്ട്, സംരക്ഷണം കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് എല്ലാ രാജ്യങ്ങൾക്കുള്ള ഭീഷണി എന്നുള്ളതാണ്. ഈ നേവിയുടെ അകമ്പടി, അതായത് എണ്ണക്കപ്പലുകൾക്ക്, വാണിജ്യ കപ്പലുകൾക്കൊക്കെ ഉള്ളത്, വെനിസ്വേലയിൽ നിന്നുള്ളത് എണ്ണക്കപ്പലുകളൊക്കെ വരുന്നുണ്ടല്ലോ. അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, ആഫ്രിക്കയിലേക്കൊക്കെയുള്ള അത്തരം കച്ചവടക്കപ്പലുകൾ, വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ, ഇതിനൊക്കെ അകമ്പടി സേവിക്കുന്നത് നമ്മളാണ്, ഇറാനാണ്. ഇറാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. ഹൂത്തികളെ കൊണ്ട് ചെങ്കടലിൽ ആക്രമിപ്പിക്കുക, അത് ചെയ്യുന്നുണ്ട് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ. അല്ല, ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ഈ ഒരു 5-6 ദിവസം മുമ്പ് നമ്മൾ ഇറാൻ കരസേനാ മേധാവിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പുള്ളി പറഞ്ഞ് ബ്രിട്ടനെ ആക്രമിക്കുന്ന പുള്ളി പറഞ്ഞത്, ഞങ്ങൾ അവിടെ വന്ന് ആക്രമിക്കും, നിങ്ങൾ ആഗോള മുസ്ലിം മതത്തിന്, ഇസ്ലാം മതത്തിന് ഭീഷണിയാണ്, നിങ്ങളുടെ ലക്ഷ്യം അതാണ് എന്നൊക്കെ പറയാം. അതിന് നമ്മൾ കൊടുത്തത് ടൈറ്റിൽ എന്തായാലും അറിയാമോ? അമേരിക്കൻ സേനാ തലവനും വട്ടായി. ഇപ്പോൾ നാവികസേനാ തലവനും ഭ്രാന്തായോ? അമേരിക്കൻ അല്ല, ഇറാൻ അല്ലേ വട്ടായോ? നമ്മൾ കൊടുത്തത് ഇറാൻ്റെ സേനാ തലവന് വട്ടായോ എന്നാണ് നമ്മൾ കൊടുത്തത്. കാരണം UK പോയി അടിക്കും, UK ഇതിലൊന്നും ഇടപെടുന്നൊന്നുമില്ല. അല്ലെ തന്നെ UK വരെ പോയിട്ട് UK ആക്രമിക്കുന്നതാണ് കരസേനാ മേധാവി. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, പണ്ട് ഈ ഗൾഫ് യുദ്ധം ഉണ്ടല്ലോ, കുവൈറ്റിനെ ആക്രമിച്ചില്ലേ സദ്ദാം. അത് കഴിഞ്ഞ് ഡെസ്ക് മാൻ ചെയ്യുന്നത് ഞാനായിരുന്നു നമ്മുടെ ഓഫീസിൽ, മനോരമയിൽ. അത്രയും കാലം ഓരോ സ്ഥലത്ത് നിന്ന് വരുന്നതും ഒക്കെ. ആ കാലത്ത് സദ്ദാം ഹുസൈൻ ഇങ്ങനെ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു, മദർ ഓഫ് ഓൾ വാഴ്സ്, എല്ലാ യുദ്ധങ്ങളുടെയും മാതാവാണെന്ന്. എന്നൊക്കെ ഞങ്ങളിപ്പോൾ ശരിയാക്കും, മറ്റേത് ശരിയാക്കും, മറ്റേ ആയുധം അയക്കും എന്നൊക്കെ എന്ന് പറയുന്ന പോലെയാണ് ഇറാൻ. കയ്യിലൊന്നുമില്ലെങ്കിൽ പിന്നെ വാചകം മാത്രമേ ഉള്ളൂ. അതാണ് കരസേനാ മേധാവിയുടെ കഴിഞ്ഞപ്പോൾ അടുത്ത നാവികസേനാ മേധാവി. അത് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നത്, ഇത്രയും വലിയ ഫ്ലീറ്റ് മധ്യധരനാഴി കിടക്കുകയാണ്.
അമേരിക്കയുടെ അതിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറക്കുന്നു. അത് കണ്ണുകൊണ്ടൊക്കെ അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുക. അവർ വെടിവെച്ചിടത്തില്ലേ? അത് വെടിവെച്ചിടുമല്ലോ. ഈ വിമാനവാഹിനി കപ്പലിൻ്റെ മുകളിലേക്ക് വന്നാൽ അവർ ഷൂട്ട് ചെയ്യും. നമ്മുടെ ഇവിടെ കൊച്ചിയിൽ INS വിക്രമാദിത്യൊക്കെ വരുമല്ലോ. വരുമ്പോൾ തന്നെ അതിന് ചുറ്റും സർവൈലൻസാണ്. എസ്കോട്ട്, പൈലറ്റ്, പട്രോൾ ബോട്ട്, മുകളിൽ ഹെലികോപ്റ്റർ, അടിയിൽ സബ്മറൈൻ വരെ ഉണ്ടാവും വിമാനവാഹിനി വരുമ്പോൾ. ഇത്രയും വ്യോമ നിരീക്ഷണം നടക്കുന്നുണ്ടാവും നിരന്തരം അതിന് മുകളിലൂടെ. ഒരു വിമാനവാഹിനി വരുമ്പോൾ കാരണം എന്ത് ചെലവുള്ള അതാണ്. വിമാനവാഹിനിക്ക് മുകളിൽ എല്ലാ 24 മണിക്കൂറും സർവൈലൻസ്, ഏരിയൽ സർവൈലൻസും ഉണ്ട്. അത് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനം അതിന് സർവൈലൻസിലിട്ട് മുകളിലുണ്ടാവും. അവിടേക്കാണ് ഡ്രോൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവൻ്റെ സാധനമല്ലേ ഒന്നുമില്ലടേ എന്ന് വെക്കുന്നതായിരിക്കും. അങ്ങനെ വെക്കില്ല, അത് ഷൂട്ട് ചെയ്യും. അതെ, അത് ചെയ്യും. ഇയാൾ പിന്നെ പറയുകയാണ് നമ്മൾ അടുത്ത കാലത്ത് എടുത്തൊരു നടപടി, ഈ അമേരിക്ക പിടിച്ചെടുത്തിരുന്ന ഈ എണ്ണ, അതായത് എണ്ണക്കപ്പൽ, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനൊരു സംഭവം നടന്നായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. എന്നിട്ട് ഒരു കപ്പൽ പിടിച്ചിട്ട് അമേരിക്ക വേറെ പേരിട്ടിരുന്നു. അത് നമ്മൾ വീണ്ടെടുത്തു. എവിടുന്ന് വീണ്ടെടുത്തു? എന്ത് കഥ? മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഇറാൻ അമേരിക്ക കൊണ്ടുപോയ ഒരു കപ്പല്, പിടിച്ചുകൊണ്ടുപോയ റാഞ്ചി കൊണ്ടുപോയ ഒരു എണ്ണക്കപ്പല് വീണ്ടെടുത്തെങ്കിൽ ഇത് വലിയ ആഗോള സംഭവം, പിന്നെ ന്യൂ വാർത്തയായിരിക്കില്ലേ? വെറുതെ കാച്ചുകയാണ്, പിച്ചും പെയ്യും പറയുകയാണ്. അല്ല, അത് ഭയം വല്ലാതെ ബാധിക്കുമ്പോൾ എന്താണ് പ്രവർത്തിക്കുന്നതും എന്താണെന്ന് പറയുന്നു അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നതായിരിക്കാം. ഇപ്പോൾ ഈ പറയാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഈ ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയല്ലോ. അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഇറാഖിൻ്റെ വ്യോമമേഖല എന്ന് പറഞ്ഞത് അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ ഇറാഖിൻ്റെ വ്യോമമേഖല അമേരിക്ക ഇസ്രയേലിന് സഹായമൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇറാനെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ കയ്യിൽ കുന്തം മാത്രമല്ലേ കാണുള്ളൂ. കുന്തം മുന്നേ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് അമേരിക്ക വേണ്ട സമയത്തൊക്കെ അവിടെ താവളത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഈ ഇറാഖിലെ മിലിഷ്യ ഉപയോഗിച്ചിട്ട് പല താവളങ്ങളുമൊക്കെ ആക്രമിക്കുമ്പോൾ ജോർദാനിൽ ടവർ 22 എന്ന് പറഞ്ഞ വ്യോമതാവളം അമേരിക്കയുടെ വ്യോമതാവളം ഈ ഇറാഖിലെ ഇറാൻ്റെ മിലിഷ്യ ഉപയോഗിച്ച് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചടിച്ചതാണ് അമേരിക്ക. അവരുടെ നേതാക്കളെയൊക്കെ തട്ടിക്കളഞ്ഞാണ് അമേരിക്ക. എന്നിട്ട് ഇപ്പോൾ പത്തി മടക്കിയിരിക്കുകയാണ് അവിടെ ഈ മിലിഷ്യ എന്ന് പറയുന്ന ഇറാഖിലെ. ജനുവരിക്ക് ശേഷം ഈ ടവർ 22 ആക്രമണത്തിന് ശേഷം അവർ പിന്നെ പത്തി ഉയർത്തിയിട്ടില്ല, മിണ്ടുന്നില്ല. അവരെ കൊണ്ട് അടുപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവരെ കൊണ്ട് എന്തടുപ്പിക്കാനാണ്? അവർക്ക് എണീറ്റ് നിൽക്കാൻ ശേഷിയില്ല. അവരുടെ നേതാക്കളെയൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു ഈ ജനുവരിയിൽ. അപ്പോൾ ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന് മുമ്പ് അടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം ലിമിറ്റായി, ഇപ്പോൾ അടിക്കേണ്ട സമയമായി. അതെ, ഏതായാലും വാചകവടി നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇത് പക്ഷെ ആ അവസാനം ഈ പതനത്തിലെത്തിയപ്പോൾ സദ്ദാം ഹുസൈൻ പറഞ്ഞ കാര്യങ്ങളെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് തോന്നി പറഞ്ഞ് ഇസ്രായേൽ കയറി അങ്ങോട്ട് അടിക്കാൻ. ഖമനേയി കഴിഞ്ഞ ദിവസം കുറെ വർത്താനം പറഞ്ഞു. നമ്മളിത് ചർച്ചയ്ക്ക് പോലും പോയില്ല, കാരണം വെറും പാചകക്കൊണ്ടാണ്. അയാളുടെ പേരിൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ വരുന്നുള്ളൂ. അയാളുടെ വിഷ്വൽസ് വന്നിട്ടില്ല, വീഡിയോ വന്നിട്ടില്ല. പിന്നെ അവിടെ സിസ്തനി എന്ന് പറഞ്ഞിട്ട് വേറൊരു ആയത്തുള്ളതുണ്ട്. അങ്ങേര് സംസാരിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് വാചകങ്ങൾ കണ്ടു. പക്ഷെ വലിയ പ്രാമുഖ്യമൊന്നുള്ള ആളല്ല അങ്ങേര്. കാരണം അങ്ങേര് ഇറാഖിൽ ജനിച്ച ഒരു ഷിയ ആണ്, അതുകൊണ്ട് അത്ര വലിയ ഇല്ല. ഏതായാലും യുദ്ധം ഉണ്ടാകുമോ, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ, വീണ്ടും വാചകടിയുണ്ട്, ഭീഷണിയുണ്ട്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടിക്കുമെന്നും ഇത്രാം തീയതി അടിക്കുമെന്നും എന്നൊക്കെ കൃത്യമായി പറഞ്ഞ് വാർത്തകൾ പുറത്തു വിടുന്ന ഇറാൻ്റെ ഒരു PR സ്ട്രാറ്റജിയാണെന്ന് തോന്നുന്നു. അടിക്കും, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, വേണമെങ്കിൽ ഇന്നും നാളെയൊക്കെ അടിക്കാം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണ. ഇപ്പം ഞങ്ങൾ ഇസ്രായേലിനെ അടിക്കുന്നുള്ളതിന് പകരം അമേരിക്ക അടിക്കുന്നതാണല്ലോ. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കരസേനാ മേധാവി UK അടിക്കുമെന്ന് പറഞ്ഞു, ബ്രിട്ടൻ അടിക്കുമെന്ന് പറഞ്ഞു. ഈ നാവികസേനാ മേധാവി വന്നിട്ട് അമേരിക്ക അടിക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വരാനുള്ള എയർഫോഴ്സ് മേധാവി ഉണ്ട്, പുള്ളിക്ക് വിമാനവും ഇല്ല. പുള്ളി പാകിസ്ഥാനോട് കുറച്ച് വിമാനം കടം തരാമെന്ന് ചോദിച്ചായിരുന്നു. പഴയത് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നെങ്കിലും തരാമോ എന്ന് ചോദിച്ചത്, കൊടുത്തില്ലെന്നാണ് പറയുന്നത്.
റഷ്യയോട് ചോദിക്കാം. ഉക്രൈനിലൊക്കെ പോകുന്ന ചില സാധനങ്ങളൊക്കെ അത് റഷ്യന്ന് പറപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് വേറെ ആമ്പിള്ളേർ വെടിവെച്ചിടും ചിലപ്പോൾ. അല്ല, റഷ്യക്ക് യുക്രൈനിൽ ഉപയോഗിക്കാനായിട്ട് വേണമല്ലോ, ഒരെണ്ണം പോലും കൊടുക്കാനില്ല. ഏതായാലും ഇനിയിപ്പോൾ ഡെഡ് ലൈൻ ഇറാൻ പറഞ്ഞിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്ന സമയപരിധി തീരാൻ പോവുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൂടിയുള്ളൂ. അമേരിക്കയിൽ പോളിംഗ് നടക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്നല്ല, തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണുന്നതും കൂടെ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഒരു 12, 13, 14 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. അതിനകം ഇറാൻ എന്തത്ഭുതമാണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം, കാത്തിരിക്കാം. വേണമെങ്കിൽ ഇറാൻ പറയും ഞങ്ങളൊന്നും പറഞ്ഞില്ല, പത്രത്തിൽ വാർത്ത വന്ന ആരൊക്കെയോ പറഞ്ഞു. ഇപ്പോഴും ആക്രമിക്കുന്നതല്ല, അമേരിക്കൻ വിമാനവാഹിനികളുടെ മുകളിൽ ഞങ്ങളുടെ ഡ്രോണുകൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഡ്രോണും റഡാറും ഒക്കെ ഉണ്ടായിട്ട് ഇസ്രയേൽ ആക്രമിച്ചതോ അമേരിക്ക സഹായിച്ചതോ അവരറിഞ്ഞില്ല. ഈ റഡാറുകൾ മുഴുവൻ തകർത്തിട്ടല്ലേ ഇത് ചെയ്തത്. അതെ. ഏതായാലും എന്തോ കുഴപ്പമുണ്ട്. കരസേനാ മേധാവിക്ക് പിന്നാലെ നാവികസേനാ മേധാവിക്കും എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കുഡ്സ് മേധാവി എവിടെ പോയി എന്നൊരു വിവരമില്ല. ചിലപ്പോൾ അയാളുടെ വിധിയായിരിക്കും ഇയാൾക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.